പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലും സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ആനന്ദകുമാറിന്റെ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ വീട്ടിലും ഇ.ഡി. റെയ്ഡ് പുരോഗമിക്കുകയാണ്. കൊച്ചി യൂണിറ്റാണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. സംസ്ഥാനത്തെ 12 സ്ഥലങ്ങളിൽ ഒരേ സമയം റെയ്ഡ് ആരംഭിച്ചു. റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുന്നു. ആദ്യം ഷബീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. കെ എൻ ആനന്ദകുമാറിൻ്റെ ശാസ്തമംഗലത്തെ വീട്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഷബീദ് റാവുത്തർ ഉള്ളത്. അതുപോലെ ലാലി വിൻസെന്റിൻ്റെ കൊച്ചിയിലെ വീട്ടിന് മുന്നിൽ നിതിൻ അംബുജനുമുണ്ട്. ആദ്യം ഷബീദിലേക്ക്. ഷബീദ്, കുറച്ച് സമയമായല്ലോ റെയ്ഡ് കഴിയാറായില്ലേ? ഈ പലതരത്തിലുള്ള നീക്കങ്ങൾ അത് ഈ ശാസ്തമംഗലത്തെ കെ എൻ ആനന്ദകുമാറിന്റെ വീട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. നേരത്തെ ഈ കെ എൻ ആനന്ദകുമാറിന്റെ വീട്ടിൽ മാത്രമായിരുന്നു റെയ്ഡെങ്കിൽ ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള സായിഗ്രാമത്തിന്റെ ഓഫീസ്, സായിഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്നവരുടെ ഓഫീസിലേക്ക് കൂടി ഇ.ഡി. ഉദ്യോഗസ്ഥർ പോകുന്ന, അല്ലെങ്കിൽ അവർ പരിശോധനയ്ക്ക് കടന്നുപോയത് കഴിഞ്ഞ മിനിറ്റിൽ നമ്മൾ കണ്ടു. കൂടുതൽ ഇ.ഡി. ഉദ്യോഗസ്ഥരടക്കം ഇവിടെ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു വിവരം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഈ പൈപ്പിൻ മൂട് എന്ന് പറയപ്പെടുന്ന ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്ത് തന്നെയാണ് ഈ വീടും അതേപോലെ തന്നെ സായിഗ്രാമത്തിന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളത്. അവിടെയാണ് അല്പസമയം മുൻപ് ഏതാണ്ട് 8 മണിക്ക് ശേഷം, പുലർച്ചെ 8 മണിക്ക് ശേഷം അവിടെ ഈ ഇ.ഡി. ഉദ്യോഗസ്ഥ സംഘം എത്തുന്നത്. ആദ്യം വീട്ടിലായിരുന്നുവെങ്കിൽ പിന്നീട് തൊട്ടപ്പുറത്തെ ഓഫീസിലടക്കം റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അല്പസമയം മുൻപാണ് ഒരു വലിയ ബ്രീഫ് കേസൊക്കെയായി ഇ.ഡി. ഉദ്യോഗസ്ഥർ ഓഫീസിലേക്ക് കയറിപ്പോയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കൂടുതൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ അടക്കം നമുക്ക് കാണാൻ സാധിക്കും. ആരെയും അകത്തേക്ക് കയറ്റിവിടുന്നില്ല. ആശുപത്രി ചികിത്സ കഴിഞ്ഞ് കെ എൻ ആനന്ദകുമാർ ഈ വീട്ടിൽ തുടരുകയായിരുന്നു. ഇന്നലെയൊക്കെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അങ്ങനെയാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ ഒരു നീക്കത്തിലേക്ക്, അതല്ലെങ്കിൽ ഒരു റെയ്ഡ് എന്ന് പറയപ്പെടുന്ന നീക്കത്തിലേക്ക് കടന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ വീട്ടിലുണ്ടായിരുന്ന ഇ.ഡി. ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അത് ഈ ഓഫീസിലേക്ക്, സായിഗ്രാമം സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന് പറയപ്പെടുന്ന ഓഫീസിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും വലിയ നീക്കം ഇ.ഡിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ, കെ എൻ ആനന്ദകുമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം 1ാം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇ.ഡിയുടെ നീക്കം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതേസമയം ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘമാകട്ടെ ഏതെങ്കിലും തരത്തിൽ കെ എൻ ആനന്ദകുമാറിന്റെ വിവരശേഖരണം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ നീക്കത്തിലേക്ക് കടന്നിരുന്നില്ല. അതിനിടെ ഇ.ഡി ഒരു കേന്ദ്ര ഏജൻസിയുടെ അപ്രതീക്ഷിത നീക്കം പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളതിന് വലിയ പ്രത്യേകതകളുണ്ട്. ഒരേ സമയം 12 റെയ്ഡ് എന്ന് പറയുമ്പോൾ ഇ.ഡി ആ വിഷയത്തെ ഗൗരവമായി പരിഗണിച്ചുകൊണ്ടിട്ടുള്ള അന്വേഷണം അത് നടക്കുന്നു എന്നുള്ളതാണ്. ഈ പല പരാതികളും എത്തിയപ്പോൾ, പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം ജില്ലയിലടക്കം രജിസ്റ്റർ ചെയ്ത ഏതാണ്ട് 400ഓളം പരാതികൾ, കേസുകളടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് വരുമ്പോൾ അവിടെയെല്ലാം ഈ പരാതിക്കാർ പറഞ്ഞത് കെ എൻ ആനന്ദകുമാറാണ് അനന്തകൃഷ്ണനെ തങ്ങൾക്ക് പരിചയപ്പെടുത്തി നൽകിയത് എന്നുള്ളതാണ്. അപ്പോൾ ആ വിവരം കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം അത് നടത്തണം എന്നുള്ള വിലയിരുത്തൽ ഇ.ഡി അന്വേഷണ സംഘത്തിനുണ്ട്, ഇ.ഡി ഉദ്യോഗസ്ഥ സംഘത്തിനുണ്ട്. മാത്രവുമല്ല, മുൻകൂർ ജാമ്യാപേക്ഷയിൽ കെ എൻ ആനന്ദകുമാർ വ്യക്തമാക്കിയ കാര്യം, എല്ലാ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ അത് അനന്തകൃഷ്ണൻ മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ആളുകളിൽ നിന്ന് പണമടക്കമുള്ള കാര്യങ്ങൾ താൻ നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല. ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആൾ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഒഴിയാനായിരുന്നു കെ എൻ ആനന്ദകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യം. പക്ഷേ അതിനൊരു സുപ്രധാനമായ മാർഗ്ഗം ഏതെങ്കിലും തരത്തിൽ കെ എൻ ആനന്ദകുമാറിന് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. കാരണം അനന്തകൃഷ്ണൻ ചില വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പോലീസിനടക്കം നൽകിയിട്ടുള്ള മൊഴിയിൽ ചില കാര്യങ്ങൾ ആ വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതടക്കം ഗൗരവമായി തന്നെ എടുക്കും എന്നുള്ള കാര്യം സംശയത്തിന് ഇടയാക്കുന്നില്ല. അതേസമയം ഇനി നമുക്ക് ഈ വിഷയത്തിൽ അറിയേണ്ടത് ഇ.ഡിയുടെ ഈ നീക്കം അത് സ്വാഭാവികമായും നിലവിലിപ്പോൾ അവർ അന്വേഷിച്ച് വരുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കമാണോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണോ 12 ഒരേ സമയം റെയ്ഡ്? അതിൽ പ്രത്യേകിച്ച് കെ എൻ ആനന്ദകുമാർ എന്ന് പറയപ്പെടുന്ന പല പരാതികളിലും പല കേസുകളിലും 2ാം പ്രതിസ്ഥാനത്തുള്ള കെ എൻ ആനന്ദകുമാറിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം. ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിലെ ശാസ്തമംഗലത്ത് ഈ റെയ്ഡ് നടക്കുമ്പോൾ തന്നെ കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറം തോന്നയ്ക്കൽ എന്ന് പറയപ്പെടുന്ന സായിഗ്രാമത്തിലും, അതാണ് സായിഗ്രാമം ആശ്രമമായി പ്രവർത്തിക്കുന്നത്, അവിടെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ആ ആശ്രമം കേന്ദ്രീകരിച്ചടക്കം ഈ ഇ.ഡിയുടെ പരിശോധന ഇതേ സമയം തന്നെ തുടരുന്നു. അങ്ങനെ കെ എൻ ആനന്ദകുമാറിൻ്റെ ഒന്ന് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ഓഫീസും, മറ്റൊന്ന് തോന്നയ്ക്കലിലെ അദ്ദേഹത്തിൻ്റെ സായിഗ്രാമം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തും ഇ.ഡിയുടെ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം കോടതി പരിഗണിക്കാനിരിക്കെയുള്ള ഇ.ഡി നീക്കത്തിന് വലിയ പ്രത്യേകതയുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയേണ്ടിയിരിക്കുന്നു.
ഓക്കെ, ഷെമീദ് റാവുത്തറാണ് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ കെ എൻ ആനന്ദകുമാറിൻ്റെ വസതിക്ക് മുന്നിൽ നമുക്കൊപ്പം ചേർന്ന്. ശാസ്തമംഗലത്ത് റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിലും റെയ്ഡ് പുരോഗമിക്കുന്നു. ഒരേ സമയം 12 ഇടങ്ങളിലാണ് ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റെ കൊച്ചിയിലെ വസതിക്ക് മുന്നിൽ നിതിൻ അംബുജനുണ്ട്. അവിടെയും റെയ്ഡ് ഒരേ സമയം ആരംഭിച്ചു. നിതിൻ, ഗുഡ് മോർണിംഗ്. അവിടെ എന്താണ് നടക്കുന്നത്? റെയ്ഡ് ഏതാണ്ട് അവസാനിക്കുന്ന സമയമായോ? ഗുഡ് മോർണിംഗ്. നിലവിൽ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. നമുക്കറിയാം, സംസ്ഥാന വ്യാപകമായി തന്നെ ഉള്ള ഒരു റെയ്ഡിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലെ ലാലി വിൻസെന്റ് ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് തന്നെ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ഇ ഡി യൂണിറ്റാണ് റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും NGO ഫെഡറേഷന്റെ ഓഫീസ് അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇഡിയുടെ പരിശോധന തുടരുന്നുണ്ട്. നേരത്തെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ അതോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ പാതിവില തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടത്തുന്നു എന്ന കാര്യമാണ് ഇ ഡി പരിശോധിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇതിൽ ഇ ഡി കേസെടുത്തിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ തന്നെയാണ് ഇ ഡി ഇതിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടിയിൽ കടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. അല്പസമയത്ത് തന്നെ റെയ്ഡ് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന ലാലി വിൻസെന്റ് വീട്ടിൽ ഇപ്പോൾ ലാലി വിൻസെന്റ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പാതിവില തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവുമായ അഭിഭാഷകയായ ലാലി വിൻസെന്റ് വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ കേസിൽ ലാലി വിൻസെന്റിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. അതിനുശേഷം ലാലി വിൻസെന്റ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയതാണ്. ഒരു അഭിഭാഷക എന്ന നിലയിലാണ് കേസിൽ ഇടപെട്ടെന്ന വിശദീകരണമാണ് ലാലി വിൻസെന്റ് നൽകിയത്. എന്തായാലും കോടതിയിലടക്കം ഇതിന്റെ നിയമ നടപടി മുന്നോട്ട് പോകുന്നതിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് മുന്നോട്ട് പോയത്. അതിനിടയിലാണ് ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്കാൻ. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിൽ നടക്കുന്ന റെയ്ഡിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.